സ്വാഗതം. സായാഹ്ന ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽസിനും ആൻസസ്റ്റേഴ്സിനും എന്ത് സന്ദേശമാണ് താങ്കൾക്ക് തരാനുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരു വിഷയം പിക്ക് ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നവരോട്. ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ കാർഡ് നമ്മുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ 2 മാർഗ്ഗനിർദ്ദേശം എന്താണ് എന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. വാട്ട് ആർ ദ 2 ഗൈഡൻസ് ദാറ്റ് ദേ വോണ്ട് ടു ഗിവ് അസ്? ലെറ്റ്സ് സീ. എന്ത് വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അവർ പറയാൻ പോകുന്നത്? 4 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും. അസന്തുഷ്ടവാനായിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. കയ്യും കെട്ടി പൂച്ചയാണെങ്കിലും ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എത്ര സ്നേഹം കിട്ടിയാലും പോരാ, അതാണ് കാര്യം. മുന്നിൽ 3 കപ്പുകൾ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയാണ്. അത് കിട്ടിയിട്ട് അത് പോരാ. ഒരു കപ്പ് വായുവിൽ വന്ന് നിൽക്കുന്നത്, അത് കിട്ടിയിട്ട് പോരാ. അതായത് ഈ കാർഡ് പൊതുവേ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാത്തൊരു സമയത്താണ് വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും, ഞാനിതെല്ലാം ചെയ്തിട്ടും എന്താണ് ഈ വ്യക്തി പ്രതികരിക്കാത്തതെന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഏഞ്ചൽസ് പറയുന്നത്. അത് ഏത് രീതിയിലാവാം. ചിലപ്പോൾ കൊടുത്ത കാശ് കിട്ടാത്തതായിരിക്കാം. അതായത് കൊടുത്തത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ. അതിനെക്കുറിച്ചാണ് ഏഞ്ചൽസ് പറയുന്നത്. എന്താണ് 2 കാര്യങ്ങൾ അവർക്ക് പറയാനുള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നു. ആദ്യത്തെ കാർഡ് പ്രസൻസ് എന്ന് പറയുന്ന കാർഡാണ്. ആരാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ റിമെയിൻ അവെയർ അറ്റ് ഓൾ ടൈംസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യ സന്ദേശം എന്ന് പറയുന്നത് ബി അലേർട്ട് എന്നുള്ളതാണ്. അതായത് നമ്മളൊരാൾക്കൊരു കാര്യം കൊടുത്തിട്ട് നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ സംതിങ് ഈസ് റോങ് വിത്ത് ദാറ്റ് പേഴ്സൺ ഓർ ദ സിറ്റുവേഷൻ. അപ്പോൾ വളരെയധികം നമ്മൾ അലേർട്ടായിരിക്കണം. നമ്മളെ 6ാം ഇന്ദ്രിയം തുറക്കണം. അതായത് എല്ലാ സെൻസുകളും ഓപ്പൺ ആയിരിക്കണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. വെരി ഗുഡ്, താങ്ക് യു ഏഞ്ചൽസ്. 2ാമത്തെ സന്ദേശം എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ദ 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം. 7 തൂണുകൾ എന്താണ് ഏഞ്ചൽസ് പറയുന്നത് ചോദിച്ചപ്പോൾ ചേഞ്ച് യുവർ ലൈഫ് ബൈ ഫോളോയിങ് ദ സ്പിരിച്വൽ ലോസ് എന്നുള്ളതാണ്. അതായത് താങ്കളുടെ ജീവിതം മാറ്റൂ ആത്മീയ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആത്മീയ നിയമങ്ങളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഏഞ്ചൽസിനോട് പറയുന്നു. അപ്പോൾ ഏഞ്ചൽസ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ആത്മീയ നിയമമാവുമ്പോൾ നമുക്ക് ആഗ്രഹിച്ചൊരു കാര്യം കിട്ടുന്നില്ല, ആഗ്രഹിച്ച സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഈശ്വരനെ പ്രാർത്ഥിക്കാനായിരിക്കും, അല്ലെങ്കിൽ കർമ്മയിൽ വിശ്വസിക്കാനോ, എന്താണെന്നറിയില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എനിക്ക് തോന്നുന്നത് ഏഞ്ചൽസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 1 അലേർട്ടായിരിക്കൂ, 2 എന്ന് പറയുന്നത് നമ്മൾ നീതിയിൽ വിശ്വസിക്കൂ, പ്യുവറായിട്ടുള്ള ഇതിൽ വിശ്വസിക്കൂ. നമുക്ക് കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് തിരിച്ചു വരും. അവർക്കും അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.